അപ്പം അതിനകത്ത് പ്രധാനമായിട്ടും ശ്രീരാമചന്ദ്രനും സീതാദേവിയും അയോധ്യയിൽ നിന്ന് 14 വർഷത്തെ കാനനവാസത്തിന് വേണ്ടി പുറപ്പെട്ട് നദി സരയൂ നദി കടക്കാനായിട്ട് ആ നദിക്കരയിലെത്തുന്നതും ഗുഹൻ എന്ന് പറയുന്ന ഗുഹൻ കാനന രാജാവ്, ആ കാനന രാജാവ് ഗുഹൻ ശ്രീരാമചന്ദ്രനെ അക്കരെ കാനനത്തിലേക്ക് കടത്തുന്ന ആ ഒരു കടത്തുകടവിലെ ആ രംഗമാണ് ഇവരിവിടെ വായിക്കുന്നത്. വളരെ ഹൃദയസ്പർശിയായ ഒരു രംഗമാണ് ഇവിടെ വായിക്കാൻ പറഞ്ഞ് ശ്രീരാമകൃഷ്ണദേവൻ വായിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു ഭാഗത്തിൻ്റെ സാങ്കത്യം? ഇങ്ങനെ ഒരു ഭാഗം എന്താണ് അതായത് ഇവിടെ ഗുഹന്റെ ഇതെല്ലാം മാസ്റ്ററെയാണ് പഠിപ്പിക്കുന്നത്. മാസ്റ്റർക്കുള്ള നേരത്തെ അന്ന് വന്നപ്പോൾ വായിപ്പിച്ച ആ ജയമല്ലൻ്റെ കഥ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഇവിടെ ശ്രീരാമചന്ദ്രനെ ഗുഹൻ കടത്തിവിടുന്ന ആ വഞ്ചിയിൽ കടത്തിവിടുന്നതായ ആ ഭാഗത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇവിടെ ഭഗവാന്റെ അടുത്ത് വരാനുള്ള, അല്ലെങ്കിൽ ആ ഭഗവാനെ ആ തോണിയിൽ കയറ്റിയിരുത്തി തുഴഞ്ഞ് അക്കരെ കൊണ്ടുപോകാനുള്ള പ്രാപ്തി ഗുഹനില്ല. അപ്പോൾ അതിന് ഗുഹനെ പാകപ്പെടുത്തണമെങ്കിൽ ശ്രീരാമചന്ദ്രൻ, ഈശ്വരൻ ഗുഹനെ തനിക്കൊപ്പമാക്കി തീർക്കുകയാണ് ആദ്യം ചെയ്യുന്നത്, സമാനനാക്കി തീർക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പം ഈശ്വരൻ്റെ ഒരു കാരുണ്യം നോക്കുക. ഈശ്വരൻ ഗുഹനെ സമാനനാക്കി മാറ്റി. എങ്ങനെ സമാനനാക്കി മാറ്റി? ഈശ്വരൻ ഗുഹനെ ആലിംഗനം ചെയ്തു. ശ്രീരാമചന്ദ്രൻ ഗുഹനെ ആലിംഗനം ചെയ്തതോടുകൂടി ഗുഹനും ശ്രീരാമചന്ദ്രനും ഈശ്വരനും ഭക്തനും ഒരുപോലെ ആയിത്തീർന്നു, ഒരേപോലെ. അപ്പോൾ പിന്നീട് ഭക്തന്റെ ജോലി എന്താണ്? ഭക്തന്റെ അവസ്ഥ എന്തായിരിക്കും? പിന്നീട് ഭക്തന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഈശ്വരന് എങ്ങനെയാണോ അങ്ങനെ ആയിത്തീരുന്നു ഭക്തനും. അതാണ് ഇവിടെ കാണുന്ന കാഴ്ച. എങ്ങനെ ആയിത്തീർന്നു? ഗുഹനെ സംബന്ധിച്ച് കാനന രാജാവാണ്, ആ ഒരു ചുറ്റുപാടിലുള്ള ആളാണ്. അദ്ദേഹത്തെ ആദ്യം തനിക്കൊപ്പമാക്കി തീർത്തു ഭഗവാൻ. പിന്നീട് സംഭവിച്ചതോ, ശ്രീരാമചന്ദ്രൻ മരവുരി അവിടെ വെച്ചാണ് തൻ്റെ രാജകീയ വേഷങ്ങളെല്ലാം മാറ്റി ശ്രീരാമചന്ദ്രനും സീതയും ലക്ഷ്മണനും മരവുരി എല്ലാം അണിഞ്ഞ് കാനനവാസത്തിനേക്ക് ആ നദി കടന്ന്